ഒരു ന്യൂ IPO ലോഞ്ച് ആകുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് പൊതുവെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അപ്ലൈ ചെയ്യണോ വേണ്ടേ എന്ന്. ഇതിലൊരു തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഡോക്യുമെൻ്റ് ആണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ഒരു കമ്പനിയെക്കുറിച്ച് അറിയേണ്ടതെല്ലാം റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് നമുക്ക് പറഞ്ഞു തരും. വളരെ ചുരുക്കി നമ്മൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹൗ ടു റീഡ് എ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, പിന്നെ എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. വെൽക്കം ടു ഗ്രോ യൂട്യൂബ് ചാനൽ മലയാളം. ഞാൻ ഷയാസ് റഫിയ മൊയ്തീൻ. സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ 2 or 3 വീഡിയോസായി നമ്മൾ ഓരോ ആഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ആ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. തുടങ്ങുന്നതിന് മുമ്പ് പറയട്ടെ, ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഈ വീഡിയോകളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ആളുകൾക്ക് ഈ വിഷയങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളത് മാത്രമാണ് ഇവ. സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുന്നത് വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിനെ കുറിച്ച് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് റീക്യാപ്പ് ചെയ്യാം. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ഡോക്യുമെന്റ്, ഇൻ ഷോർട്ട് RHP, ഇൻവെസ്റ്റേഴ്സിന് വളരെ യൂസ്ഫുൾ ആയ ഒരു ഡോക്യുമെൻ്റ് ആണ്. കാരണം ഒരു കമ്പനിയുടെ ബിസിനസ് ഓപ്പറേഷൻസ്, ഫിനാൻഷ്യൽസ്, പ്രൊമോട്ടേഴ്സ്, അതുപോലെ കമ്പനി എന്ത് ഉദ്ദേശത്തോടെയാണ് ഫണ്ട് റൈസ് ചെയ്യുന്നത് തുടങ്ങിയവയുടെ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ RHP പ്രൊവൈഡ് ചെയ്യുന്നു. IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ പൊട്ടൻഷ്യൽ റിസ്കുകളെക്കുറിച്ചും ഈ ഡോക്യുമെൻ്റ് ഇൻവെസ്റ്റേഴ്സിനെ അറിയിക്കുന്നു. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ വെച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബർഗർ കിങ് IPO ഉദാഹരണമായി എടുത്ത് ഒരുപാട് കാര്യങ്ങൾ സിമ്പിളായി മനസ്സിലാക്കിയിരുന്നു. ഇത്തവണ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ IPO വെച്ച് നമുക്ക് RHPയെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കാം. 2021 മാർച്ചിലാണ് കല്യാൺ ജ്വല്ലേഴ്സ് IPO പുറത്തു വന്നത്. നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ടേം എന്ന് പറയുന്നത് ഒബ്ജക്ട്സ് ഓഫ് ദ ഓഫർ ആണ്. RHPയുടെ ഒബ്ജക്ട്സ് ഓഫ് ദ ഓഫർ എന്ന സെക്ഷനിൽ എന്താണുള്ളത് എന്ന് പറയാം. IPOയിലൂടെ റേസ് ചെയ്യുന്ന ക്യാപിറ്റൽ കൊണ്ട് കമ്പനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ സെക്ഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ കിട്ടുന്ന ക്യാപിറ്റൽ പുതിയ പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ, കമ്പനി എക്സ്പാൻഡ് ചെയ്യാനോ, അല്ലെങ്കിൽ കമ്പനിക്കുള്ള കടങ്ങൾ ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കാമല്ലോ. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ കേസിലേക്ക് വന്നാൽ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയുള്ള ഫിനാൻസിങ്ങിന് വേണ്ടിയാണ് അവർ ഫണ്ട് റൈസ് ചെയ്തത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ കമ്പനിയുടെ 1 വർഷം വരെയുള്ള ഷോർട്ട് ടേം എക്സ്പെൻസസ് കവർ ചെയ്യാനായി ഉപയോഗിക്കുന്ന പൈസ. ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ബിസിനസ് ഓവർവ്യൂ സെക്ഷൻ ഓഫ് RHP. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ സെക്ഷൻ ബിസിനസ്സിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് തരുന്നു. അതിൽ കമ്പനിയുടെ കോർ ഓപ്പറേഷൻസ് അടക്കം ഉണ്ടാകും. ഇതിൽ പ്രധാനമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നതൊക്കെയാണ്. ഡിഫറെൻറ്റ് ജോഗ്രഫീസിലുള്ള കമ്പനിയുടെ പ്രസൻസ്, അതുപോലെ ലൊക്കേഷൻ വൈസ് ആൻഡ് ബിസിനസ് സെഗ്മെൻറ്റ് വൈസ് റവന്യൂ ബ്രേക്കപ്പ്, പിന്നെ കമ്പനിയുടെ ഫ്യൂച്ചർ സ്ട്രാറ്റജി, കമ്പനിയുടെ ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത്സ് എല്ലാം ഈ സെക്ഷനിൽ ഉണ്ടാകും. നമുക്ക് എക്സാമ്പിൾ എടുത്ത് ഇതൊന്നുകൂടെ വിശദീകരിക്കാം. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ RHP ഡോക്യുമെൻറ്റിൻ്റെ എബൌട്ട് ദ ബിസിനസ് സെക്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്. എബൌട്ട് ദ കമ്പനി ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ, different brands of the company, location of the showrooms of the company, the geographical breakup of the revenue. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ കാര്യത്തിൽ 78.19% of the revenue comes from India and ബാക്കി from Middle East. പിന്നെ കാണാൻ കഴിയുന്നത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ റവന്യൂവിൻ്റെ സെഗ്മെൻറ്റ് വൈസ് ബ്രേക്കപ്പ്, കമ്പനിയുടെ ബിസിനസ് സ്ട്രെങ്ത്സ് ലൈക്ക് സ്ട്രോങ് ബ്രാൻഡ് പ്രസൻസ്, എ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്, സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, എക്സെട്ര. ബിസിനസ് ഓവർവ്യൂ കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇൻഡസ്ട്രി ഓവർവ്യൂ ആണ്. കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് ഒരു കമ്പനിയുടെ പൊസിഷൻ എവിടെയാണ്, എങ്ങനെയാണ് എന്ന ഇൻഫർമേഷൻ ഇൻഡസ്ട്രി ഓവർവ്യൂവിൽ നിന്ന് നമുക്ക് കിട്ടും. ഏത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടാണോ ആ കമ്പനി ഉള്ളത്, ആ ഇൻഡസ്ട്രിയുടെ പെർഫോമൻസും ഒപ്പം തന്നെ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സും ഒക്കെ ഇതിലുണ്ടാകും. കല്യാൺ ജ്വല്ലേഴ്സ് IPOയുടെ ഇൻഡസ്ട്രി ഓവർവ്യൂ സെക്ഷനിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കാണാമെന്ന് നോക്കാം. ഗ്ലോബൽ ജ്വല്ലറി മാർക്കറ്റ് സൈസ് ആൻഡ് ഡൊമസ്റ്റിക് ജ്വല്ലറി മാർക്കറ്റ് സൈസ്. ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് കൂട്ടുന്ന ഫാക്ടേഴ്സ് ലൈക്ക് റാപ്പിഡ് അർബനൈസേഷൻ, ന്യൂക്ലിയറൈസേഷൻ ഓഫ് ഫാമിലീസ്, ഫേവറബിൾ ഡെമോഗ്രാഫിക്സ്, എക്സെട്ര. പിന്നെ കല്യാൺ ജ്വല്ലേഴ്സും സെയിം ഇൻഡസ്ട്രിയിലുള്ള ലിസ്റ്റഡ് കമ്പറ്റീറ്റേഴ്സായ
PC Jewelers and TBZ തുടങ്ങിയവരുമായുള്ള കമ്പാരിസൺ ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ബിസിനസ് ഓവർവ്യൂ ആൻഡ് ഇൻഡസ്ട്രി ഓവർവ്യൂ ഇത് രണ്ടും ബിസിനസ്സിൻ്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ്. പക്ഷേ അത് മാത്രം അറിഞ്ഞാൽ മതിയോ? ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് കൂടെ ഉണ്ടെങ്കിലല്ലേ സ്റ്റോറി കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇനി നമുക്ക് അത് നോക്കാം. അതിന് നമ്മൾ പോകേണ്ടത് RHPയുടെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ സെക്ഷനിലേക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഈ സെക്ഷനിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും. കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ട്രെൻഡ് മനസ്സിലാക്കാൻ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ടുള്ള മറ്റൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ PE റേഷ്യോ, റിട്ടേൺ ടു ഇക്വിറ്റി, ഡെപ്റ്റ് ടു ഇക്വിറ്റി തുടങ്ങിയ ഫിനാൻഷ്യൽ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇതുവഴി കമ്പനി എങ്ങനെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ പറഞ്ഞ റേഷ്യോസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയി നമ്മൾ അടുത്ത വീഡിയോകളിൽ പറയും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ബേസിക്കലി ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ചും സേഫ്റ്റിയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഈ റേഷ്യോസിലൂടെയാണ്. ഒപ്പം തന്നെ ഏത് വാല്യുവേഷനിലാണ് IPO ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നും മനസ്സിലാവും. കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ RHPയുടെ ഫിനാൻഷ്യൽ സെക്ഷനിൽ നിന്നും നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പനിയുടെ PE റേഷ്യോ ഇൻഡസ്ട്രി PEയേക്കാൾ കുറവാണ്. ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്പനി IPO ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രി ആവറേജ് പ്രൈസിനേക്കാൾ ചീപ്പർ പ്രൈസിനാണ് എന്നാണ്. പിന്നെ ഒന്ന്, COVID-19 നെഗറ്റീവ് ഇമ്പാക്റ്റ് കാരണം ഫിനാൻഷ്യൽ ഇയർ 2021 ഫസ്റ്റ് 9 മന്ത്സിൽ കമ്പനി വലിയ നഷ്ടം നേരിട്ടു എന്നുള്ള ഇൻഫർമേഷനാണ്. പിന്നെ മനസ്സിലാക്കാവുന്നത് കമ്പനിക്ക് ഉയർന്ന ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ് ഉള്ളത്. അതിനർത്ഥം ഈ കമ്പനി തങ്ങളുടെ പ്രൊജക്റ്റുകൾക്ക് ഫിനാൻസ് ചെയ്യുന്നതിനായി ഒരുപാട് കടമെടുത്തിട്ടുണ്ട് എന്നാണ്. ഇതൊരു പൊട്ടൻഷ്യൽ റെഡ് ഫ്ലാഗ് ആണ്. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സെക്ഷൻ റിസ്ക് ഫാക്ടേഴ്സ് സെക്ഷൻ ഓഫ് ദ RHP. റിസ്ക് ഫാക്ടേഴ്സ് സെക്ഷനിൽ തങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കാവുന്ന പൊട്ടൻഷ്യൽ റിസ്കുകളെ കുറിച്ച് കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. മിക്ക RHPകളിലും സ്ഥിരമായി കണ്ടുവരാറുള്ള ലോങ് റണ്ണിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത റിസ്കുകളും ഉണ്ടാകും. ഒപ്പം കൂടുതൽ അനലൈസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ടാകാം. വീണ്ടും നമുക്ക് കല്യാൺ ജ്വല്ലേഴ്സ് IPOയുടെ എക്സാമ്പിൾ എടുക്കാം. അവരുടെ RHPയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. കല്യാൺ ജ്വല്ലേഴ്സിനെതിരായി നിരവധി ലീഗൽ, സിവിൽ ആൻഡ് ടാക്സ് കേസസ് നിലവിലുണ്ട്. കമ്പനിയുടെ ടോട്ടൽ ലയബിലിറ്റി 449.62 crores rupees ആണ്. കമ്പനിയുടെ ഇന്ത്യയിൽ നിന്നുള്ള റവന്യൂവിൻ്റെ വലിയൊരു ഭാഗം സൗത്ത് ഇന്ത്യയിൽ നിന്നുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ റീജിയണിലെ കണ്ടീഷൻസും എക്കണോമിക് ഡൗൺ ടേൺസും ഒക്കെ ബിസിനസ്സിനെ കാര്യമായി ബാധിക്കാം. നിലവിലുള്ള ഒരു കോമ്പറ്റീറ്റർ ഈ റീജിയണിൽ കാര്യമായി ഇറങ്ങാൻ തീരുമാനിച്ചാൽ പോലും ബിസിനസ്സിൽ അത് നെഗറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. മറ്റൊന്ന്, കല്യാൺ ജ്വല്ലേഴ്സ് സൈക്ലിക്കൽ ആയ ഒരു ഇൻഡസ്ട്രിയിലാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ജ്വല്ലറി സെയിൽസ് കാര്യമായി നടക്കുക വെഡ്ഡിംഗ് സീസണിലാണ്. പിന്നെ ഈ ഇൻഡസ്ട്രി ഒരു കൺസ്യൂമർ ഡിസ്ക്രിഷണറി ഇൻഡസ്ട്രിയാണ്. എന്ന് വെച്ചാൽ ഉപഭോക്താക്കൾക്കിടയിൽ ആഭരണങ്ങളോടുള്ള താല്പര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അപ്പോൾ COVID-19 പോലൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യവും എക്കണോമിക് ഡൗൺ ടേൺസും ഒക്കെ ഈ ഇൻഡസ്ട്രിയെ സാരമായി ബാധിക്കാവുന്നതാണ് എന്നർത്ഥം. IPOസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഈ വീഡിയോയോട് കൂടി കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കൊരു IPOക്ക് അപ്ലൈ ചെയ്യണ്ടേ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. കാണാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.